മധ്യപൂർവേഷ്യയെ അശാന്തമാക്കി യുദ്ധം കനക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും ലബനൻ ആസ്ഥാനമായ ബെയ്റൂത്തിലും ഒരേ സമയം ആക്രമണം നടത്തുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാന്റെ വ്യോമതാവളങ്ങളും IRGCയുടെ കമാൻഡ് സെന്റർ ഉൾപ്പെടെ തകർത്തുവെന്ന് അമേരിക്കയും വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വിചിത്രവാദം ചർച്ചയാവുകയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്ന് മനസ്സിലാക്കി ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമെന്ന് കരുതി. അതിനാലാണ് അമേരിക്ക ആദ്യം ഇറാനെ ആക്രമിച്ചത് എന്നായിരുന്നു മാർക്കോ റൂബിയോയുടെ വിചിത്രമായ പ്രതികരണം. There absolutely was an imminent threat, and the imminent threat was that we knew that if Iran was attacked, and we believed they would be attacked, that they would immediately come after us. And we were not going to sit there and absorb a blow before we responded, because the Department of War assessed that if we did that, if we waited for them to hit us first after they were attacked, and by someone else, Israel attacked them, they hit us first, and we waited for them to hit us, we would suffer more casualties and more deaths. We went proactively in a defensive way to prevent them from inflicting higher damage. Had we not done so, there would have been hearings on Capitol Hill about how we knew that this was going to happen and we didn't act preemptively to prevent more casualties and more loss of life. ഹിസ്ബുല്ല ഇസ്രയേൽ ഏറ്റുമുട്ടലിൽ ലെബനനും യുദ്ധക്കളമായി മാറി. വടക്കൻ ഇസ്രയേലിലെ വ്യോമതാവളത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുല്ല അവകാശപ്പെട്ടു. പി ജെയിംസ് നമ്മളോടൊപ്പമുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ആദ്യം ഒരുപക്ഷെ ലോകം അറിയാൻ ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് എന്തെങ്കിലും സാധ്യതകൾ മുന്നിലുണ്ടോ എന്നതാണ്. അതിനാരെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടോ എന്നാണ്. മധ്യസ്ഥ നീക്കങ്ങൾക്കൊക്കെ ഒമാൻ നേരത്തെ സന്നദ്ധത അറിയിച്ചെങ്കിലും ഇരുകൂട്ടരും അടുക്കുന്ന ലക്ഷണമില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി താങ്കളുടെ നിരീക്ഷണത്തിൽ? ഗോപി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇറാനിൽ ഉടനെ ഭരണമാറ്റം കൊണ്ടുവരും, അവിടെ യുദ്ധം അവസാനിക്കുമെന്നുള്ള പ്രസ്താവനയ്ക്ക് യാതൊരു കഴമ്പുള്ളതായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നില്ല. കാരണം ഒരു ഓൾ ഔട്ട് വാറിന് ഇറാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പക്ഷേ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും 48 നേതാക്കളും അവരുടെ ബന്ധുക്കൾ അടക്കം ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ ഡിഗ്നിറ്റി വരെ ബാധിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന ശക്തമായ ലക്ഷക്കണക്കിന് ഇതുണ്ട് സൈന്യം, അവരും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും പുതിയ നേതൃത്വവും തിരിച്ച് അടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പിൻവാങ്ങുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കരുതാനാവില്ല. ഗോപി, നമ്മൾ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ, ആദ്യത്തെ 2 ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ സമാധാനത്തിൻ്റെ ചില സൂചനകൾ കണ്ടതാണ്. ആ തരത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചു. ട്രംപ് സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇറാനിലെ ഒരു മിതവാദി നേതൃത്വമാണ്, പെഷഷ്കിയാൻ അടക്കം. പക്ഷേ സുപ്രീം ലീഡറിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുടെ ഏറ്റവും അടുത്ത സംഘമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടോപ്പ് അഡ്വൈസറായിരുന്നു, പിന്നീട് ഇപ്പോൾ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലി ലാറിജാനി പറഞ്ഞൊരു കാര്യം, അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. അത് തന്നെ നൽകുന്നത് വ്യക്തമായ സൂചനയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇനി അതൊരു കോംപ്രമൈസിനോ സമാധാന ചർച്ചയ്ക്ക് പോയാൽ കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളതുകൊണ്ട് അവർ ഒരു ഓൾ ഔട്ട് വാറിലാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇനി മുഖം രക്ഷിക്കണമെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും ഇസ്രായേലിൻ്റെ സമ്മർദ്ദവും ഇസ്രായേലിൻ്റെ അത്യാധുനിക ആയുധങ്ങളൊക്കെ ഉണ്ട്. ഈ ഫൈറ്റ് നടക്കുന്നത് ഗോപി വ്യോമതലത്തിൽ യുദ്ധവിമാനങ്ങൾ പോയി ബോംബിടുന്നു, ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നു, ഡ്രോണുകൾ അയക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുപക്ഷെ ഇറാന് ഫൈറ്റർ ജെറ്റുകൾ അങ്ങനെ അധികം കയറുന്നില്ല. അവർ കയറിയത് ഖത്തറിലേക്കാണ്. 2 ഇറാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അത് റഷ്യൻ നിർമ്മിതമാണ്, സുഖോയ് 24. അത് ഖത്തർ തന്നെ വെടിവെച്ചിട്ട്. ഒരുപക്ഷെ ഈ യുദ്ധത്തിലെ ഏറ്റവും വ്യത്യസ്തമായൊരു മുഖം അതാണ്. കാരണം ഈ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് വെടിവെച്ചിട്ടിരുന്നത്. ഇത് ഇറാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ 2 ഖത്തർ വെടിവെച്ചിട്ട് ഇറാനും ഖത്തറും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് ഓർക്കണം. എന്ന് മാത്രമല്ല, കുവൈറ്റിൽ സംഭവിച്ചത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. 3 F-15E വിമാനങ്ങൾ കുവൈറ്റി എയർഫോഴ്സ് വെടിവെച്ചിട്ടു. കുവൈറ്റ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കുവൈറ്റ് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ വിമാനങ്ങൾ അമേരിക്കയുടെ മിസൈൽ വേദക സംവിധാനം തന്നെ വെടിവെച്ചിട്ടു. അത് അബദ്ധത്തിൽ പറ്റിയതാണെന്നും ഫ്രണ്ട്ലി ഫയർ ആണെന്നൊക്കെ അവർ പറയുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചാണ്, ഗോപി ഓർക്കുന്നുണ്ടാവും. ഇറാൻ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഗോപിയോട് പറഞ്ഞു, ഇതിലൊരു സംശയമുണ്ട്. കാരണം ഇറാൻ കയറി കുവൈറ്റിൻ്റെ അതിർത്തിയിൽ യുദ്ധവിമാനങ്ങൾ
ചെന്ന് അല്ലെങ്കിൽ മിസൈൽ അയച്ച് വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല മറ്റ് പൈലറ്റുമാരൊക്കെ ഇജക്ട് ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. അതിൽ 6 പൈലറ്റുമാരുണ്ടായിരുന്നു. 6 പേരും വിമാനത്തിൽ നിന്ന് ഇജക്ഷൻ നടത്തി സീറ്റുമായിട്ട് താഴെ സുരക്ഷിതമായി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത് സംഭവിച്ചത് കുവൈറ്റിൻ്റെ എയർഫോഴ്സിനെ സംബന്ധിച്ച് അബദ്ധമാണെന്നും അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെന്നും അമേരിക്ക തന്നെ പറയുന്നു. അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. കാരണം ഈ ഇത്രയും വലിയൊരു യുദ്ധത്തിൻ്റെ ഇടയിൽ 1 വിമാനം സംഭവിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. വലിയൊരു പിടുത്തമാണ്. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളത് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ പ്രൈമറി സ്കൂളിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണം മാർക്ക് റൂബിയോട് ചോദിച്ച ഇതേ മാർക്ക് റൂബിയോ തന്നെ ഒരു മറുപടി ഇല്ലാതെ പോയി. ഇത്രയും കുരുന്നുകളെ എന്തിന് കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് മറുപടിയില്ലായിരുന്നു. പി ജെയിംസ്, അതിനിടെ ഒരു കാര്യം, ഈ 2 രാഷ്ട്ര നേതാക്കളും, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും, അവർ ഒരുപോലെയാണോ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അവരുടെ തീരുമാനത്തെ സ്വന്തം രാജ്യം സ്വീകരിക്കുന്നത്? അതായത് നെതന്യാഹുവിന്റെ നാട്ടിൽ ഇസ്രായേലിൽ നമ്മൾ കണ്ടത് അതുവരെ നെതന്യാഹുവിനെ ആക്രമിച്ചിരുന്ന, അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച് ആക്രമിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് പോലും യുദ്ധത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ സർവ്വസജ്ജരാണെന്നും അമേരിക്കയെ പോലെ ഒരു വൻ ശക്തിയുടെ പിന്തുണയുണ്ട്, ഇസ്രായേൽ വിജയം കൈവരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തു. പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം നോക്കൂ. അവിടെ ഒരു സർവേ, മേരിലാൻഡ് സർവകലാശാല നടത്തിയ സർവേയിൽ 75% ആളുകൾ അവിടെ യുദ്ധത്തെ എതിർക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം അമേരിക്ക പുറത്തുപോയി യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരാണ്. അവിടെ കോൺഗ്രസിന്റെ അനുമതി ഡൊണാൾഡ് ട്രംപിന് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ നയനിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. കാരണം അന്യരാജ്യങ്ങളിലെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അമേരിക്കക്കാരുടെ ക്ഷേമം പരിശോധിച്ചാൽ മതി എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വന്തം വോട്ട് ബേസിന് നൽകിയ വാഗ്ദാനമുണ്ട്. അപ്പോൾ 2 നേതാക്കളുടെയും തീരുമാനം സ്വന്തം നാട്ടിൽ എങ്ങനെ വിലയിരുത്തപ്പെടും താങ്കളുടെ അഭിപ്രായത്തിൽ? ഗോപി പറഞ്ഞ ഈ വിലയിരുത്തൽ വളരെ ശരിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിൽ 1,60,00,000 ഉള്ള യഹൂദരുടെ രാഷ്ട്രമാണ്. അവർ എപ്പോൾ യുദ്ധം നടത്തപ്പെടും അവർ പറയുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുമിച്ച് നിന്നേ പറ്റൂ. അവർ കുറച്ചും കൂടിയും ആ കാര്യത്തിൽ ഇസ്രായേൽ എന്ന വികാരം യഹൂദന്മാരെ വല്ലാതെ നയിക്കുന്നുണ്ട്. അവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഒത്തുകൂടി 1948 ഒരു രാജ്യമുണ്ടായതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പല യുദ്ധങ്ങളിലും അവർ തന്ത്രങ്ങൾ ഉപയോഗിച്ചും ബുദ്ധി ഉപയോഗിച്ചും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുമാണ് ഗൾഫ് രാജ്യങ്ങളെ, ജോർദാനെ, ഈജിപ്തിനെ ഒക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ ഇയാളെക്കുറിച്ച്, നെതന്യാഹുവിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ അഴിമതി കേസുണ്ട്, അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാനാണ് യുദ്ധങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കയിൽ അതല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഏകാധിപത്യ പ്രവണത കാണിക്കുന്നുണ്ട്. കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്നില്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഇറക്കുമതി തീരുവയുടെ പേരിൽ അടി കിട്ടി. ഇതൊക്കെ കിട്ടിയ ഒരാൾ, അവിടെ ജനാധിപത്യം, അവിടുത്തെ പാർട്ടികൾക്ക് നല്ല സ്വാധീനമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പകുതിയോളം പേർ ട്രംപിനെ അനുകൂലിക്കുന്നില്ല. ഡെമോക്രാറ്റിക് പാർട്ടി ഏതാണ്ട് ഏകകണ്ഠമായിട്ട് തന്നെ ട്രംപിനെതിരെ രംഗത്തുണ്ട്. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം വരുന്ന അമേരിക്കൻ ജനത യുദ്ധത്തിനെതിരാണ്. അവർക്കറിയാം ഇത് കഴിഞ്ഞ് ഈ പുറത്തിറങ്ങുമ്പോൾ അമേരിക്കൻ പൗരനെ എവിടെ ചെന്നാലും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കുന്നു, ടാക്സ് കൂടാൻ പോകുന്നു, പണപ്പെരുപ്പം. ട്രംപ് കാണിക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ തങ്ങൾ ഇതിന് എന്തിന് വില കൊടുക്കണമെന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയിൽ ട്രംപിന് ആ പിന്തുണയില്ല. ശരിക്കും കോടിക്കണക്കിന് വരുന്ന നികുതിദായകരുടെ പണമാണ് ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഇനി അന്യദേശത്തെ കാര്യങ്ങളിൽ അമേരിക്കക്ക് ഒരു കാര്യവുമില്ല, എൻ്റെ മുൻഗാമികളൊക്കെ ചെയ്ത മഹാമണ്ടത്തരം എന്ന് ഇതിനു മുൻപ് ഇറാഖ് അധിനിവേശത്തെ കുറിച്ചൊക്കെ പരിഹസിച്ച ഡൊണാൾഡ് ട്രംപാണ് ഇസ്രയേലിന്റെ വലയിൽ വീണ് ഇസ്രയേലിന് വേണ്ടി പണി ചെയ്യുന്നത് എന്നത് ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ സ്വന്തം നാട്ടിൽ? തീർച്ചയായിട്ടും. ഇറാന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ലാറി ജാനി, അവിടുത്തെ ഇപ്പോൾ യുദ്ധതന്ത്രങ്ങൾ മുന്നിൽ നിൽക്കുന്ന ലാറി ജാനി പറഞ്ഞത് ഇത് ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അമേരിക്ക ഫസ്റ്റ് എന്നാണ്. അദ്ദേഹം ഇസ്രായേൽ ഫസ്റ്റ് എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. എന്നുവെച്ചാൽ നെതന്യാഹുവിൻ്റെയും ഇസ്രായേലി ഭരണകൂടത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, അമേരിക്ക ഇതിനെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് യുദ്ധത്തിലേക്ക് ഇറക്കിയെന്ന് ഇറാൻ തന്നെ ആരോപിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ആണവായുധ ചർച്ചകൾ ഏതാണ്ട് പോസിറ്റീവായിട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് എങ്ങനെ പെട്ടെന്ന് യുദ്ധം കൊണ്ടുവന്നു? ഇസ്രായേൽ ഒരു വാർണിംഗ് കൊടുത്തിരുന്നു അമേരിക്കയ്ക്ക്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇസ്രായേലാണ് ഇതിൻ്റെ
ഇതിൽ യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം ഞാൻ ഗോപി പറയാം, ഈ യുദ്ധം അങ്ങനെ പെട്ടെന്ന് സമാധാനപൂർവ്വം പെട്ടെന്ന് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് മധ്യസ്ഥരായിട്ട് ഒമാൻ ഒരു ചെറിയ രാജ്യമാണ്. പിന്നെ മധ്യസ്ഥ ശ്രമങ്ങളായിട്ട് വന്നിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കിയെ ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, കാരണം അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിൽ അംഗമാണ് തുർക്കി. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. ഇസ്രായേൽ ഗസ പീസ് ടീമിൽ പോലും തുർക്കിയെ ഉൾപ്പെടുത്തരുത് എന്ന് അമേരിക്കയോട് കർശനമായി പറഞ്ഞു. അമേരിക്ക തിരിച്ചു തീരുമാനിച്ചു. അപ്പോൾ തുർക്കിയുടെ കാര്യത്തിൽ തന്നെ സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രായേൽ നിന്നുകൊടുക്കില്ല. പിന്നെ ഇതിൽ ഇസ്രായേലിൻ്റെ ഒരു നിലപാട്, അടിക്കുമ്പോൾ മാക്സിമം അടിക്കണം, ഇനി അവസരം കിട്ടില്ല, ഇത് സുവർണാവസരമാണ്, ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും വിശ്വസിക്കുന്നു. പക്ഷേ പൊതുവേ ഉള്ളൊരെന്ന് പറയുന്നത് ഇത്രയും വലിയ സൈന്യമുള്ള പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ തീവ്രമായ വികാരത്തിൽ നിൽക്കുന്ന ഒരു സൈന്യവും ജനതയും അവിടെ കയറി ഒരു യുദ്ധം എത്ര പെട്ടെന്ന് തീർക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെ ഭരണമാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇവിടെയുള്ള ഇപ്പോഴുള്ള നേതാക്കളെ മുഴുവൻ മാറ്റി ആരാണ് പകരം, എന്താണ് ഒരു അവസ്ഥയുള്ളത്. റസ പഹലവി എന്ന 1979 പുറത്തായ ഷായുടെ മകനെ കൊണ്ടുവരാൻ പറ്റുമോ? അദ്ദേഹം എത്രയോ വർഷങ്ങളായി, ദശാബ്ദങ്ങളായിട്ട് അവിടെയില്ല, ആർക്കും അറിയില്ല. അദ്ദേഹം പറഞ്ഞ കുറേ പ്രക്ഷോഭകാരികൾ രംഗത്തുണ്ടായിരുന്നു. അവിടെ ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നേതാവോ എമർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സിസ്റ്റം മാറ്റാൻ എളുപ്പമല്ല. ഒരു കാര്യം കൂടിയും പ്രതിപക്ഷ നേതാവുണ്ട് ഇൻ എക്സൈൽ. പ്രതിപക്ഷ നേതാവ് എക്സൈലാണ്. എന്ന് മാത്രമല്ല ഇവിടെ വെനിൻസുവേലയിൽ ഗോപി ഓർക്കുന്നുണ്ടാവും, അമേരിക്ക അവിടുത്തെ സൈന്യവും ജനങ്ങളും പ്രസിഡന്റിനെതിരെ നിൽക്കായിരുന്നു. മഡൂറോയെ പിടിച്ചുകൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു. അവിടുത്തെ വൈസ് പ്രസിഡന്റിനെ സ്വാധീനിച്ച് അമേരിക്ക ഒരു ഡീൽ ഉണ്ടാക്കുകയും ചെയ്തു. ഡെൽസി റോഡ്രിക്സിനെ പോലെയല്ല ലാറി ജാനിയും ടോപ്പ് ഈ പരമോന്നത നേതാവിൻ്റെ അനുയായികളും. അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ഒരു തീവ്ര നിലപാടുള്ളവർ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് 14 രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അത് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് തുടങ്ങി എല്ലായിടത്തും, ഇറാഖ് അടക്കം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മുഴുവൻ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ എന്തെങ്കിലും തരത്തിൽ ഇതുണ്ടായില്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ ആകെ പ്രശ്നമാകും. എണ്ണ ഹോർമുസ് കടലിടുക്കിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എണ്ണ സ്ഥലങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഖത്തറിലെ LNG പ്ലാന്റ് പൂട്ടി. യൂറോപ്പിലെ LNGയുടെ പ്രകൃതി വാതകത്തിൻ്റെ വില 50% കൂടിയിരിക്കുന്നു. എണ്ണ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. $100 മേലെ പോകുമെന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ലോകമെമ്പാടും വലിയ പരിഭ്രാന്തിയുണ്ട്. ഇന്ത്യക്കും വലിയ പരിഭ്രാന്തിയുണ്ട്. ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ ഇവിടുത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ഇതിലൊരു നിലപാടുണ്ടോ? ഇന്ത്യ ഇറാന്റെ ഒപ്പമാണോ, അല്ലെങ്കിൽ ഇറാന്റെ ഇപ്പുറത്ത് അമേരിക്ക ഇസ്രായേൽ പക്ഷത്താണോ? ഇസ്രായേൽ ഏറ്റവും ചുരുക്കത്തിൽ പി ജെയിംസ് ഖമനയുടെ വധത്തിൽ ഒരു മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. ഞാൻ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.